ഈ മഴയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് നമ്മുടെ ഹെൽമെറ്റൊക്കെ മഴയത്ത് പോയിട്ട് വരുമ്പോൾ നനഞ്ഞ് അത് കുറച്ച് ദിവസം ആകുമ്പോഴത്തേന് ഒരു പൂപ്പലും ഫംഗസൊക്കെ വന്നിട്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഹെൽമെറ്റൊക്കെ ഉണക്കാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ നിർമ്മിക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് തടിയുടെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ തടി നമുക്ക് സ്ക്രൂവിൻ്റെ സഹായത്തോടുകൂടി ഒരു ബോക്സി ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഈ പട്ടി ഞാൻ ഒരു ബോക്സി ഡിസൈനിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏതെങ്കിലും സൈഡിലോട്ട് നമുക്കൊരു മെറ്റൽ നെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുള്ളാണി ഉപയോഗിച്ചാണ് നെറ്റ് തടിയിൽ ഉറപ്പിക്കുന്നത്. അങ്ങനെ ഈ മെഷീൻ നമ്മൾ തടിയുടെ സൈഡിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലൈവുഡിന്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ ഭാഗത്ത് ഒരു ഹോൾ വിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലൈവുഡിന്റെ രണ്ട് സൈഡിലും ഇത് നമുക്ക് PVC ഷീറ്റ് ഫിറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 220 വോൾട്ട് AC യിൽ പ്രവർത്തിക്കുന്ന ഒരു കൂളിംഗ് ഫാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കൂളിംഗ് ഫാനിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത ഭാഗത്തോടാണ് എയർ പുറത്തേക്ക് വരുന്നത്. ആ ഭാഗം മുകളിലോട്ട് ഇരിക്കുന്നത് നമുക്ക് പ്ലൈവുഡിന്റെ ഹോളുള്ള ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഫാൻ നമുക്ക് ഇതേ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്തെടുത്ത ഫാൻ സെറ്റപ്പ് നമുക്ക് ഈ തടിപ്പെട്ടിയിലോട്ട് സെറ്റ് ചെയ്യാം. ഈ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് നമ്മുടെ തടിപ്പെട്ടി അകത്തോട്ട് കയറുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ഒരു ഹോൾഡർ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഹോൾഡർ നമുക്ക് ഇത് ഒരു PVC ഷീറ്റിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ PVC സെറ്റ് ചെയ്തെടുത്ത ഹോൾഡർ നമുക്ക് ഫാനിന്റെ തൊട്ട് മുകളിൽ വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുൻവശം കവർ ചെയ്യാനായിട്ട് ഞാൻ ഒരു മെറ്റൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ട് സ്വിച്ച് കണക്ട് ചെയ്തേക്കുന്ന ഒരു PVC ബോക്സിന്റെ മുൻവശം എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്വിച്ച് ഫിറ്റ് ചെയ്തേക്കുന്ന ബോക്സ് നമുക്ക് ഈ ഒരു മെറ്റൽ ഷീറ്റിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആസ്പെറ്റോസിന്റെ പ്ലെയിൻ ഷീറ്റ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ഇരിക്കാൻ ഭാഗത്തിന് ഒരു ബോക്സ് ഷേപ്പ് ഉണ്ടാക്കി എടുത്താൽ മതി. സൈഡെല്ലാം മറിച്ച ശേഷം നമുക്ക് അകത്ത് വെച്ചിരിക്കുന്ന ഹോൾഡറിൽ നിന്നും വയർ കണക്ട് ചെയ്തെടുക്കാം. ഇനി ഫാനിൽ നിന്നും ഹോൾഡറിൽ വരുന്ന ഓരോ വയറുകൾ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇത് ഒരു 2 കോർ വയർ എടുത്തിട്ടുണ്ട്. അതിന്റെ ബ്ലാക്ക് ലൈനിലോട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തെടുത്ത വയർ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ ഇൻസുലേഷനും ഇട്ട് കൊടുക്കാം. ഈ 2 കോർ വയർ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം സ്വിച്ച് ഫിറ്റ് ചെയ്ത മെറ്റൽ ഷീറ്റിനകത്തോടാണ്. ഇനി 2 കോർ വയറിൽ നിന്ന് വരുന്ന റെഡ് വയർ നമുക്ക് ഏതെങ്കിലും സ്വിച്ചിന്റെ ലെഗിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഞാൻ ചെറിയൊരു വയർ പീസ് കൂടെ കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുത്ത വയർ പീസ് നമ്മൾ അടുത്ത സ്വിച്ചിന്റെ ഒരു ലെഗിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫാനിൽ നിന്നും ഹോൾഡറിൽ നിന്ന് വരുന്ന ഓരോ വയറുകൾ നമുക്ക് ഓരോ സ്വിച്ചിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തടി ബോക്സിലോട്ട് മെറ്റൽ ഷീറ്റ് വരുന്ന ഭാഗത്തോടെ ഉറപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു 2 കോറിന്റെ മുന്നിലോട്ട് ഞാൻ നമുക്ക് ഒരു 2 പിന്നോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ബോക്സിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് ഏകദേശം ഇതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ പണിയണമെന്നില്ല. നിങ്ങൾ പണിയുമ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള മെറ്റീരിയൽ എങ്ങനെയാണോ ആ ഒരു ഷേപ്പിൽ മാത്രം പണിയെടുത്താൽ മതി. ഞാനിവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഫിലമെന്റ് ബൾബാണ്. ഈ ബൾബിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹീറ്റ് വരും. നമ്മൾ ഓവർ ഹീറ്റ് ആവുന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ബൾബിനകത്ത് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ട്യൂബിന് ഒരു പവർ സോക്കറ്റിൽ ഒഴുകുകയാണ്. ഇനി ഇത് ചെക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലൊരു നനഞ്ഞൊരു ഹെൽമെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് നമുക്ക് ഈ ഒരു ഫാനിന്റെ തൊട്ടുമേലോട്ട് വെച്ച് കൊടുക്കാം. ഓരോരോ സ്വിച്ച് ആയിട്ട് കൊടുക്കാം. ലൈറ്റ് ഇട്ടു, തൊട്ടടുത്ത ഫാൻ ഇട്ടു. ഇപ്പോൾ കറക്റ്റ് ഈ ഒരു ഹെൽമെറ്റ് അകത്തോട്ടാണ് ഈ ഫാനിന്റെ കാറ്റ് വന്നടിക്കുന്നത്. എന്തായാലും ഇതിങ്ങനെ ഒരു അരമണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ നമ്മളിതിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണങ്ങിയില്ല. അപ്പം വീണ്ടും വെച്ചിട്ട് പോയേക്കുമായിരുന്നു. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഹെൽമെറ്റിന്, ഉള്ളിൽ നല്ല ചൂടുണ്ട്. കുഴപ്പമില്ല, ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഇടവശമൊക്കെ ഇനി ഉണങ്ങാനുണ്ട്. ഈ ഇടവശമൊക്കെ ചെറുതായിട്ടൊരു നനവ് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. അത് കുറച്ച് കഴിക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഹെൽമെറ്റിന്റെ മണ്ടഭാഗവും ബാക്കിയെല്ലാം നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഹെൽമെറ്റ് ഉണക്കുന്ന ഒരു മെഷീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്.